ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ചിക്കൻ കിളിക്കൂട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 100 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചെടുത്തതാണ്. എന്നിട്ട് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കാടമുട്ട എടുത്തിട്ടുണ്ട്. കാടമുട്ട ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോഴിമുട്ട എടുത്തിട്ട് അത് ചെറിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്താൽ മതി. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്. ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വലിയ സേമിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറുത് എടുക്കുക. ഏറ്റവും നല്ലത് ചെറുത് എടുക്കുന്നതാണ്. അപ്പോഴേ നമുക്ക് നന്നായിട്ട് അത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്കിവിടെ ചെറുത് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ വലുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയതും നേരിയതുമായ സേമിയ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഇവിടെ നന്നായിട്ട് വഴന്ന് വരണം. എന്നിട്ട് വേണം നമുക്ക് ഇതിൽ ചിക്കൻ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിപ്പം ഇവിടെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മതി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കൽ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് ഇതിൽ നിന്ന് തന്നെ ചെയ്യണം എന്നില്ല. നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിളിക്കൂട് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ആ മിക്സ് എടുത്തിട്ട് കയ്യിൽ ഒന്നിങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കുക. കയ്യിലിട്ടിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന കാടമുട്ട ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാ സൈഡും കൊണ്ട് കോഴിമുട്ട ഒന്ന് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പം ഇവിടെ നന്നായിട്ട് കോഴിമുട്ട കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കോഴിമുട്ടയിൽ മുക്കിയിട്ട് സേമിയ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇവിടെ വലിയ സേമിയ ആയതുകൊണ്ടാണ് കുറച്ച് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെറിയ സേമിയ കിട്ടുകയാണെങ്കിൽ അതെടുക്കുക. ഒരു കൈ കൊണ്ട് മുക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് കവർ ചെയ്തെടുക്കുക. കാരണം ഈ സേമിയ പുതർന്ന് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ പോകും. അല്ലെങ്കിൽ ഇതേപോലെ ചെയ്ത പാട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു കൈ കൊണ്ടാക്കിയിട്ട് മറ്റേ കൈ കൊണ്ട് കവർ ചെയ്തെടുക്കാം. സേമിയ കുതിരാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. എല്ലാ കിളിക്കൂടും ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഓരോ കിളിക്കൂടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ട് വേണം ഇത് മറിച്ചിടാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് മൊരിയുന്നവരെ കാത്തിരിക്കാം. അതിന് മുമ്പ് മറിച്ചിടരുത്. സേമിയ എല്ലാം ഇളകി വരും.
ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വരണം. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഇതിപ്പോൾ ഇവിടെ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള കിളിക്കൂടും കൂടി ഇതേപോലെ ഇട്ടിട്ട് മൊരിച്ചെടുക്കുക. 2 സൈഡും മൊരിച്ചെടുക്കുക. ചിക്കൻ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ചെറിയ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.